Hi all, I am Alfie Elizabeth Joseph, Assistant Professor to Play Department SNIT Adur. ഞാൻ ഇന്ന് എടുക്കുന്നത് ഫാക്സിലെ മൊഡ്യൂൾ 6 ഒരു പോർഷനായ ഇന്റർലൈൻ പവർ ഫ്ലോ കൺട്രോളർ ആണ്. ലാസ്റ്റ് സെക്ഷനിൽ യൂണിഫൈഡ് പവർ കൺട്രോളറിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ എന്താണ് ഇന്റർലൈൻ പവർ ഫ്ലോ കൺട്രോളർ എന്ന് ഈ സെക്ഷനിൽ നമുക്ക് കാണാം. Contents include introduction of interline power flow controller. Interline power flow controller. We are already familiarized with UPFC. Then what is the need of IPFC? Let's look into it. IPFC എന്ന് പറഞ്ഞാൽ interline power flow control. ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ രണ്ട് സീരീസ് കൺട്രോളറിന്റെ കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ യൂണിഫൈഡ് കൺട്രോളർ എന്ന് പറയും. നമുക്കറിയാം UPFC യൂണിഫൈഡ് പവർ ഫ്ലോ കൺട്രോളർ ആയിരുന്നു. അവിടെ എന്താ ഉള്ളത്? ഒരു ഷണ്ട് കോമ്പൻസേറ്ററും ഒരു സീരീസ് കോമ്പൻസേറ്ററും കോമൺ DC ലിങ്കിൽ ആണ് കണക്ട് ചെയ്തേക്കുന്നത്. എങ്കിൽ ഇവിടെ രണ്ട് സീരീസ് കൺവേർട്ടറിനെയാണ് DC ലിങ്കിൽ കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് unified എന്ന് പറയുന്നത്. So unified means that DC terminal of controlled converters are connected together for real power exchange. അപ്പോൾ ഇങ്ങനെ കോമൺ DC ടെർമിനൽ വരുന്നതുകൊണ്ടാണ് എന്ത് real power exchange possible ആവുന്നത്. So the objective of introducing this controller is to address the problem of compensating a number of transmission lines connected at a substation. നമുക്കറിയാം സബ്സ്റ്റേഷനിൽ കുറേ ട്രാൻസ്മിഷൻ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ട്രാൻസ്മിഷൻ ലൈനിലും കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കൺട്രോളറിന്റെ ഉപയോഗം. അതുകൊണ്ടാണ് നമ്മൾ UPFC ഉണ്ടായിട്ടും IPFCയിലോട്ട് പോയത്. സോ IPFC ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു കൺവേർട്ടേഴ്സ് കോമ്പൻസേറ്റിംഗ്. രണ്ട് കൺവേർട്ടർ ഉണ്ടെങ്കിൽ അത് രണ്ട് ട്രാൻസ്മിഷൻ ലൈനിലാണ് കോമ്പൻസേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് IPFC വിത്ത് ടു കൺവേർട്ടേഴ്സ് കോമ്പൻസേറ്റിംഗ് ടു ലൈൻസ് ഈസ് സിമിലർ ടു എ UPFC ഇൻ ദാറ്റ് UPFC ഒന്ന് റീകളക്ട് ചെയ്യുക. UPFCയിൽ ആ സീരീസ് കൺവേർട്ടർ ആണ് എന്ത് വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ ഉണ്ട്. റിയാക്റ്റീവ് പവറിനെ കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യണം. ഇപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ ഒബിയസ്ലി റിയാക്റ്റീവ് പവർ കൂടും. റിയാക്റ്റീവ് പവർ കുറഞ്ഞാൽ വോൾട്ടേജ് കുറയും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മ്യൂച്വലി ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ of the injected voltage in the prime system, that means line, can be controlled by exchanging real power with the support system. Support system എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലൈനിൽ കണക്ട് ചെയ്യുന്ന സീരീസ് കൺവേർട്ടർ ആയിട്ടുള്ള റിയൽ പവർ എക്സ്ചേഞ്ച് വഴിയാണ് ലൈനിലുള്ള, അതായത് പ്രൈം സിസ്റ്റം എന്ന് പറയുന്ന ലൈനാണ്, അതിലുള്ള വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഫേസ് ആംഗിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൈം സിസ്റ്റം ഉണ്ട്, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. പ്രൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിൻലി വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുന്ന ലൈൻ. സോ ആ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഫേസ് ആംഗിളിനെ കൺട്രോൾ ചെയ്യുന്ന ഏതാ? സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുള്ള റിയൽ പവർ എക്സ്ചേഞ്ച് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈൻ, അവിടെയാണ് രണ്ടാമത്തെ സീരീസ് കൺവേർട്ടർ വെച്ചേക്കുന്നത്. So this is the structure of IPFC. നോക്കുക, ഇത് രണ്ട് ട്രാൻസ്മിഷൻ ലൈനാണ്. ഈ ഒന്നാമത്തെ ട്രാൻസ്മിഷൻ ലൈന് സീരീസ് ആയിട്ടാണ് ഒരു ട്രാൻസ്ഫോമർ, ഇൻസേർഷൻ ട്രാൻസ്ഫോമർ വഴി ഒന്നാമത്തെ വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ കണക്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ വോൾട്ടേജ് സോഴ്സും കണക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാ? ഈ കൺവേർട്ടർ രണ്ടാമത്തെ ട്രാൻസ്മിഷൻ ലൈന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി ഇത് രണ്ടും എങ്ങനെയാ? സീരീസ് കണക്ഷൻ ആണ്. ഒപ്പം അതിന്റെ DC ലിങ്കും എന്താണ്? കണക്റ്റഡ് ആണ്. സോ റിയൽ പവർ എക്സ്ചേഞ്ചും പോസിബിൾ ആണ്. ഇവിടെ UPFCയിലായിരുന്നെങ്കിൽ ഒന്നാമത്തത് ഷണ്ട് കണക്റ്റഡും രണ്ടാമത്തത് സീരീസ് കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ രണ്ടും സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള കൺവേർട്ടേഴ്സ് ആണ് IPFC, ഇന്റർലൈൻ പവർ ഫ്ലോ കൺട്രോളറിന്. ഇത് മെയിൻലി സബ്സ്റ്റേഷനിലൊക്കെ കൂടുതൽ ട്രാൻസ്മിഷൻ ലൈൻ ഉള്ളിടത്ത് കോമ്പൻസേഷൻ ആ ലൈൻ എല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ IPFC കൺട്രോളറിന്റെ ഉപയോഗം. കണ്ടു, IPFCയിൽ രണ്ട് സീരീസ് കൺവേർട്ടേഴ്സ് ഉണ്ട്. സോ ഈ കൺവേർട്ടേഴ്സ് അതായത് ലൈനിലോട്ട് വോൾട്ടേജിനെ ഇൻജെക്ട് ചെയ്യും. അപ്പം ഇൻജെക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുമ്പോൾ ഒബിയസ്ലി അവിടെ എന്തുവാ? റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ IPFC റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ കേപ്പബിലിറ്റി ടു ഡയറക്ട്ലി ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് റിയൽ പവർ ബിറ്റ്വീൻ ദ കോമ്പൻസേറ്റഡ് ലൈൻസ്. അപ്പോൾ ഈ ഏതൊക്കെ ലൈൻസ് തമ്മിലാണ് കോമ്പൻസേഷൻ ഉണ്ടാകുന്നത്, ആ ലൈൻസ് തമ്മിൽ ഒരു റിയൽ പവർ എക്സ്ചേഞ്ചും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
So the interline power flow controller provides, in addition to the facility for independently controllable reactive compensation of each individual line, a capability to directly transfer or exchange real power between the compensated lines. അപ്പോൾ റിയൽ പവർ എക്സ്ചേഞ്ചും കൂടെ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ എനേബിൾ അല്ലെങ്കിൽ കേപ്പബിൾ ആക്കുന്നുണ്ട്. സോ IPFC UPFC നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ? The basic difference with the UPFC is that the support system in the UPFC is a shunt converter instead of a series converter. നമ്മൾ പറഞ്ഞു IPFCയിൽ ഒരു പ്രൈം സിസ്റ്റം ഉണ്ട്, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. പ്രൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലൈൻ, സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സീരീസ് കൺവേർട്ടർ. സോ ഇവിടെ നമ്മുടെ സീരീസ് കൺവേർട്ടറിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? UPFCയിൽ ഷണ്ട് കൺവേർട്ടർ ആണ്. The series converter associated with a prime system is termed as the master converter, while the series converter associated with the support system is termed as slave converter. അപ്പം നമുക്ക് IPFCയിൽ ഒരു മാസ്റ്റർ കൺവേർട്ടർ ഉണ്ട്. പ്രൈം സിസ്റ്റം ആയിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന മാസ്റ്റർ കൺവേർട്ടർ, സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന സീരീസ് കൺവേർട്ടറിന് പറയുന്നതാണ് എന്ത്? സ്ലേവ് കൺവേർട്ടർ. നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ചില്ലേ? മാസ്റ്റർ സ്ലേവ്, സെയിം അതേപോലെ ഇവിടെ ഒരു മാസ്റ്റർ കൺവേർട്ടർ ഉണ്ട്, സ്ലേവ് കൺവേർട്ടർ ഉണ്ട്. പ്രീവിയസ്ലി നമ്മൾ കണ്ടു ഒരു IPFCക്ക് മാസ്റ്റർ കൺവേർട്ടർ ഉണ്ട്, സ്ലേവ് കൺവേർട്ടർ ഉണ്ട്. പ്രൈം സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്നതാണ് മാസ്റ്റർ കൺവേർട്ടർ. അപ്പം മാസ്റ്റർ കൺവേർട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ് കൺട്രോൾസ് ബോത്ത് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് വോൾട്ടേജ്. അതായത് ഒരു സർട്ടൺ ലിമിറ്റ് ഉണ്ട്, അതിനുള്ളിൽ തന്നെ വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യും. While the slave converter controls the DC voltage and the reactive voltage magnitude. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള DC വോൾട്ടേജിനെ മറ്റേ റിയാക്റ്റീവ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യുവാണ് എന്ത്? സ്ലേവ് കൺവേർട്ടർ. മാസ്റ്റർ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ലൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇൻജെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് റിയാക്റ്റീവ് വോൾട്ടേജിനെ വിത്തിൻ ലിമിറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതാണ് മാസ്റ്റർ കൺവേർട്ടർ. സ്ലേവ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ DC കപ്പാസിറ്റർ അല്ല DC വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യും, അതേപോലെ റിയാക്റ്റീവ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യുവാണ് അക്രോസ് ദ കപ്പാസിറ്റർ ടെർമിനൽ. ഇനി ദ ഇന്റർലൈൻ പവർ ഫ്ലോ കൺട്രോളർ എംപ്ലോയ്സ് എ നമ്പർ ഓഫ് DC to AC കൺവേർട്ടേഴ്സ്, ഈച്ച് എംപ്ലോയിങ് സീരീസ് കോമ്പൻസേഷൻ ഫോർ എ ഡിഫറെന്റ് ലൈൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് കൺവേർട്ടർ ഉപയോഗിക്കുന്നതായിട്ടാ അല്ലേ? അപ്പം കുറെ കൺവേർട്ടേഴ്സ്, ഇപ്പം കൂടുതൽ ഡിഫറെന്റ് ലൈനിന് ഓരോ സീരീസ് കോമ്പൻസേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് DC to AC converters, each providing series compensation. അതായത് ഇൻവേർട്ടേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ കുറേ ലൈൻസിന് കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ അത്രയും കൺവേർട്ടേഴ്സ് ഉപയോഗിക്കും. In other words, the IPFC comprises a number of static synchronous series compensator. നമ്മൾ SSSC പഠിച്ചതാ സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ. ഓർമ്മയുണ്ടോ? ഒരു വോൾട്ടേജ് സോഴ്സ് കൺവേർട്ടർ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സീരീസ് കണക്റ്റഡ് ആണ്. സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള എപ്പോഴും എന്തായിരിക്കും ഇൻജെക്ട് ചെയ്യുന്നത്? വോൾട്ടേജിനെയാണ് ഇൻജെക്ട് ചെയ്യുന്നത്. ഷണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനം എന്തിനെ ഇൻജെക്ട് ചെയ്യുന്നത്? കറണ്ടിനെയാണ് ഇൻജെക്ട് ചെയ്യുന്നത്. സോ IPFC എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടുതൽ ട്രാൻസ്മിഷൻ ലൈന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കോമ്പൻസേറ്റേഴ്സ്. See this, ഇവിടെ N ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. N ട്രാൻസ്മിഷൻ ലൈനിൽ ഒന്നാമത്തെ കൺവേർട്ടർ ഒരു ഇൻസെർഷൻ ട്രാൻസ്ഫോമർ വഴി സീരീസ് കണക്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രാൻസ്മിഷൻ ലൈനിലോട്ട് രണ്ടാമത്തെ കൺവേർട്ടർ കണക്ട് ആണ്. ഇതാണ് അതിന്റെ DC ടെർമിനൽ, ഫസ്റ്റ് കൺവേർട്ടറിന്റെ. ഇത് രണ്ടാമത്തെ DC എക്സെട്ര. ഇങ്ങനെ N ട്രാൻസ്മിഷൻ ലൈനിൽ N കൺവേർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യും സീരീസ് കണക്റ്റഡ്. അത് കഴിഞ്ഞ് nth ട്രാൻസ്മിഷൻ ലൈൻ നോക്കുക, കൺവേർട്ടർ എന്നിലോട്ട് സീരീസ് കണക്ട് ചെയ്തേക്കും. അതിന്റെ DC ടെർമിനൽ തമ്മിൽ ഓരോ കൺവേർട്ടറിന്റെ DC ടെർമിനൽ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, പോസിറ്റീവ് നെഗറ്റീവ് എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. കൺവേർട്ടർ 1 2 സീരീസ് കണക്റ്റഡ് ആണ്, കൺവേർട്ടർ 2ഉം 3ഉം സീരീസ് കണക്റ്റഡ് ആണ്, എക്സെട്ര n-1ഉം n-ഉം സീരീസ് കണക്റ്റഡ് ആണ്. സോ ഇതാണ് ഒരു സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കൺവേർട്ടർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത്. എത്ര ട്രാൻസ്മിഷൻ ലൈനിന് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണോ അത്രയും കൺവേർട്ടേഴ്സിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. The compensating converters are linked together at their DC terminals. As with this scheme, in addition to providing series reactive compensation, any converter can be controlled to supply
real power took the common DC link from its own transmission line. അപ്പോൾ ഓരോ സീരീസ് കൺവെർട്ടർ ഏത് ട്രാൻസ്മിഷൻ ലൈനിലാണോ കണക്ട് ചെയ്തേക്കുന്നത് ആ ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് റിയൽ പവറിന് സപ്ലൈ ചെയ്യാൻ പറ്റും, കോമൺ DC ലിങ്കിലോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. ആ വിധത്തിൽ കൺവെർട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺവേർട്ടേഴ്സ് DC ടെർമിനൽ കണക്ട് ചെയ്തേക്കുവാണ്. അപ്പം റിയാക്റ്റീവ് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ റിയൽ പവർ എക്സ്ചേഞ്ച് ചെയ്യാനും ഇത് സഹായിക്കും. കമ്പാരിസൺ ഓഫ് UPFC ആൻഡ് IPFC. UPFC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് കൺട്രോളിങ് ദ റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ ഫ്ലോ ഇൻ ദ ലൈൻ ഇൻഡിപെൻഡൻ്റ്ലി. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിയലിനെ റിയാക്റ്റീവ് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യും. And it mainly injects a controllable voltage in series with the line and support the resulting generalized real and reactive power compensation by supplying the real power required by the series converter through the shunt connected converter from the AC bus. അപ്പോൾ ഇവിടെ UPFCയിൽ നമുക്കറിയാം ഒരു സ്റ്റാറ്റ്കോം അല്ലെ ഷണ്ട് കൺവേർട്ടർ ഉണ്ട്, സീരീസ് കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ സീരീസ് കൺവേർട്ടറിന് വേണ്ട റിയൽ പവറിനെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? AC ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് ഷണ്ട് കൺവേർട്ടർ ആണ് സീരീസ് കൺവേർട്ടറിന് വേണ്ട റിയൽ പവറിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു UPFC, ഇത് IPFC. ബേസിക്കലി സ്ട്രക്ചർ വൈസ് ഇപ്പോൾ പറയാം. നോക്കിക്കേ, ഇവിടെ രണ്ട് കൺവേർട്ടേഴ്സ് ഉണ്ട്, ഇവിടെ രണ്ട് കൺവേർട്ടേഴ്സ് ഉണ്ട്. ഇവിടുത്തെ കൺവേർട്ടർ എന്ന് വെച്ചാൽ ഈ ട്രാൻസ്മിഷൻ ലൈന് ഷണ്ട് കണക്റ്റഡ് ആണ്, ഇവിടെയാണെങ്കിൽ ഇത് സീരീസ് കണക്റ്റഡ് ആണ്. ഇതാണ് ട്രാൻസ്ഫോമർ. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഇൻജെക്ട് ചെയ്യും. മറിച്ച് ഇവിടെയാണെങ്കിൽ നോക്കുക, രണ്ട് കൺവേർട്ടേഴ്സും സീരീസ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ DC ടെർമിനലും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ റിയൽ പവർ എക്സ്ചേഞ്ച് പോസിബിൾ ആകുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഈ സീരീസ് കൺവേർട്ടറിന് വേണ്ട റിയൽ പവർ പ്രൊവൈഡ് ചെയ്യുന്നത് AC ട്രാൻസ്മിഷൻ ലൈനിൽ നിന്ന് ഈ ഷണ്ട് കണക്റ്റഡ് കൺവേർട്ടർ ആണ് ഇങ്ങോട്ട് റിയൽ പവർ കൊടുക്കുന്നത്. So IPFC on the other hand, they equalize both real and reactive power flow between the lines, reduce the burden of overloaded lines by real power transfer. അപ്പോൾ ലൈൻസ് തമ്മിൽ റിയൽ പവർ ട്രാൻസ്ഫർ വഴി എന്തുവാ ഒരു ഓവർലോഡഡ് ലൈൻസിന്റെ ബർഡനെ കുറയ്ക്കുക, അതായത് ലോഡിംഗ് എഫക്റ്റ് കുറയ്ക്കുക, ലോഡിനെ ഷെയർ ചെയ്യുക. Compensate against resistive line voltage drops and the corresponding reactive power demand. Obviously നമുക്കറിയാം reactive power compensation provide ചെയ്യും. Increase the effectiveness of the overall compensating system for dynamic disturbances. Small disturbance വരുമ്പോൾ compensating systemത്തിന്റെ effectiveness ഒന്നുകൂടെ കൂട്ടും. So coming to the conclusion, today we have seen interline power flow controller. Basically it consists of two converters connected in series and it can compensate the transmission line to which it is connected. This also equalizes both real and reactive power flow between the lines. So, and we had made a comparison between UPFC and IPFC and found it is more advantageous than UPFC. Here is a question for you. What is the objective of IPFC and what do you think whether UPFC or IPFC is more advantageous? So we will be continuing the principle of operation of IPFC in the next section. Thank you.